ഗൈസ് വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 90K തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിൽ പിടിച്ചു നിന്നാൽ അടുത്തൊരു ലെഗപ്പ് കാണാൻ പറ്റും. ഇന്ന് കൂടുതലായിട്ട് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഓരോ കോയിൻ അനാലൈസ് ചെയ്യുന്ന സമയത്തും പുതുതായി വരുന്നവർക്ക് കുറച്ചും കൂടി സ്റ്റേബിളായ എത്തീരിയം അല്ലെങ്കിൽ ബിറ്റ് കോയിനേക്കാൾ അവർക്ക് ഇഷ്ടം കുറച്ചും കൂടി ഡൗൺ ആയിട്ട് അത്യാവശ്യം റിട്ടേൺസ് വരുന്ന കോയിൻ, വളരെ ചെറിയ കോയിൻസ്. എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ കഴിഞ്ഞ മാർക്കറ്റിൻ്റെ സൈക്കോളജിയൊക്കെ ഞാൻ കണ്ടപ്പോൾ എത്ര നമ്മൾ ബിറ്റ് കോയിനെ കുറിച്ചും എത്തീരിയത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല പവറുള്ള ടോപ്പ് 10 കോയിൻസിനെ കുറിച്ച് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ആദ്യമായിട്ട് വരുന്ന ആൾ ഫസ്റ്റ് തന്നെ കുറച്ച് ചെറിയ റേറ്റിലെ കോയിൻസ് അവർ വാങ്ങിയിടും. അവർ ആരോട് ചോദിക്കുകയൊന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും, ഈ കോയിന് ചെറിയ രൂപയിൽ ഇത് 1 രൂപയായാലും ഇപ്പോൾ എനിക്ക് ഈ കോയിനിൽ ഇത്ര കോടി കിട്ടിയല്ലോ, അപ്പോൾ ആ 1 രൂപയായ 2 കോടി ലാഭം, ഓക്കെ സെറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, അവർ ക്രിപ്റ്റോയിൽ വന്നപാട് കുറച്ച് USDT ഓട്ടോമാറ്റിക്കായിട്ട് അവർ എന്ത് ചെയ്യപ്പെടും, ഈ കോയിൻസുകൾ വാങ്ങിയിടും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ആ ചെറിയ ഇപ്പോൾ വെറ്റ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഷിബ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സ്മോൾ കോയിൻസ് അവർക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അവർ വാങ്ങുന്നത് അത്തരം കോയിനുകളായ അത്രയും നല്ലതല്ലേ എന്നുള്ളതാണ് എൻ്റെ മെയിൻ. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈയിടെയായിട്ട് ഇത്തരം കോയിനുകൾ കൂടുതലായിട്ട് പറയുന്നത്. പക്ഷേ കൂടാതെ തന്നെ നമ്മുടെ 10Xൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്ത കോയിൻസുകളിൽ ഇപ്പോൾ ഇന്നലെ കമൻറ്റുകളിൽ ഒരു ഷിറ്റ് കോയിൻസ്, അതായത് സ്മോൾ മീം കോയിൻസ് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിരുന്നു. നാളെ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും പറയാവുന്നത്. അതായത് നമ്മൾ ഷിബ് പറഞ്ഞു, ഡോജ് പറഞ്ഞു, ഞാൻ 10Xലുള്ള ഇനി 10Xലുള്ള എനിക്ക് പ്രതീക്ഷയുള്ള ഒരു മീം കോയിൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മളെ ബൈയിങ് ഏരിയയിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ 10X എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മീം കോയിൻ ആയിരിക്കും നാളത്തെ വീഡിയോയിൽ ഉണ്ടാവുക. റെഡിയായി നിൽക്കാം. അപ്പോൾ ഇന്ന് TRX പറയാനുള്ള കാരണം എന്താ, എന്തുകൊണ്ട് നമ്മൾ TRX സെലക്ട് ചെയ്യാനുള്ള കാരണം, TRXനെ സംബന്ധിച്ചിടത്തോളം ചാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബിയർ മാർക്കറ്റ്, അത് കഴിഞ്ഞ 3 വർഷവും എല്ലാ കോയിൻസും 80% ഡൗൺ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ TRX ആണ് അതിൻ്റെ ബാക്കിയുള്ള കോയിൻ കമ്പയർ ചെയ്യുമ്പോൾ തീരെ ഡൗണ്, അതായത് ഒരു ബിയർ മാർക്കറ്റ് ഡൗൺ ഉണ്ടായിട്ടില്ല. അതായത് ഈ എൻ്റയർ ബിയർ മാർക്കറ്റ് സമയത്ത് ആ ഒരു ബേസിക് സപ്പോർട്ടിൽ അത് കീപ്പ് ചെയ്തതായിട്ട് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. നിങ്ങൾ കുറച്ചധികം കോയിൻസിൻ്റെ ചാർട്ട് എടുക്കുക, ഒരു 4 വർഷത്തിൻ്റെ ഗ്യാപ്പ് നോക്കിയാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് പുതുതായി വരുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടാവില്ലെങ്കിൽ പോലും ഈ പറയുന്ന 4 വർഷത്തിൻ്റെ ഇടയിൽ TRX, അത് ബിയർ മാർക്കറ്റിൻ്റെ ഇടയിൽ TRX എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, വലിയ ലോയിലേക്ക് പോയിട്ടില്ല. അതൊരു ബേസ് സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ജസ്റ്റിൻ സണ്ണിനെ പോലെയുള്ള ഹോബീൻ്റെ ഒക്കെ മെയിനുള്ള ആൾക്കാരൊക്കെ വളരെ ബാക്കപ്പ് ചെയ്യുന്ന ഈ ഒരു TRX കോയിനിൽ എന്തുകൊണ്ടും നമുക്ക് ഈ ബുൾ മാർക്കറ്റിൽ ഒരു നോട്ടം കൊടുക്കാവുന്നതാണ്. മാത്രമല്ല സാംസങ്ങുമായിട്ടുള്ള ടൈപ്പ്, പിന്നെ TRX20 നമുക്കറിയാം USDT വിഡ്രോവൽ സജീവമായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനാണ്. ആ സാംസങ്ങുമായിട്ടുള്ള ടൈപ്പ് നമ്മൾ പറയുന്ന പോലെ ചില്ലറയായി കാണേണ്ടതില്ല. അപ്പോൾ ഇത്തരം കുറച്ച് ഫാക്ടർ ഉണ്ട്. അതിൻ്റെ ഈ പറയുന്ന ഈ ജസ്റ്റിൻ സണ്ണിനെ പോലുള്ള വലിയ ടീം ബാക്കപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിയർ മാർക്കറ്റിൽ വലിയ രീതിയിൽ കുറയാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബുൾ മാർക്കറ്റിൽ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന $1 എയിം ചെയ്യുന്ന രീതിയിലേക്ക് ഒരു 10X എയിമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ 10X20 കോയിൻസ് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ 10X എനിക്ക് പറയുന്നത് റിസ്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഈ കോയിൻ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു ഗെയിന് ഈ ബുൾ മാർക്കറ്റിൽ സാധ്യത കൂടുതലുണ്ട്. ഞാൻ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം കോയിനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെന്തായാലും സ്മോൾ ക്യാപ്പ് കോയിൻസേ അക്യുമുലേറ്റ് ചെയ്യും. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ അധികം ആൾക്കാർ ഇത്രയോ സ്മോൾ ക്യാപ്പ് കോയിൻസ് വാങ്ങിയതിന് ശേഷം അവർ വെയിറ്റിംഗ് ആയിരുന്നു, ഇനി ഇതിൻ്റെ ഗെയിന് വെയിറ്റ് വേണം. അപ്പോൾ അത്തരം ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ബുൾ മാർക്കറ്റ് സമയത്ത് നമ്മൾ ഇത്തരം കോയിനുകൾ കൂടുതലായി പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വാങ്ങുന്നതിൽ ഇത്തരം കോയിൻസിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചാർട്ട് വൈസ് ഞാൻ പറഞ്ഞ പോലെ ബിയർ മാർക്കറ്റിൽ അത്രമാത്രം കുറഞ്ഞിട്ടില്ല. കറൻ്റ്ലി സ്ട്രെങ്ത് പിടിക്കുന്നുണ്ട്. ജസ്റ്റിൻ സണ്ണിനെ പോലത്തെ ആൾ ബാക്കപ്പ് ഉണ്ട്. ബിറ്റോറൻ്റ് ടീമുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ TRX നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന ഒരു കോയിൻ തന്നെയാണ്. കുറച്ച് ആൾക്കാർ ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു ബുൾ മാർക്കറ്റ്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വെറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പ് കോയിൻസ് ഷിബ് പറഞ്ഞു, ഡോജ് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ഇതുപോലെ ഞാൻ 2-3 നമ്മൾ 10X കോയിൻ അല്ലാണ്ട് ഞാൻ പ്രതീക്ഷ കൽപ്പിക്കുന്ന കോയിൻസുകൾ, നമ്മൾ പെപ്പെ കോയിൻസുകളെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ബിയർ മാർക്കറ്റ് സമയത്ത് സജീവമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം കോയിൻസിലേക്ക് ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, ഇങ്ങനെയുള്ള പ്രോഫിറ്റ് ഗെയിൻ എടുക്കുക. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോളാന പോലുള്ള കോയിൻസൊക്കെ അത്യാവശ്യം ഗെയിൻ ചെയ്തല്ലോ, അത്യാവശ്യം 10X വന്നില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് പ്രോഫിറ്റ് എടുക്കേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ സജീവമാകുന്നുണ്ട്. നിങ്ങളൊരു പുതിയ ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാങ്ങിയ സ്പോട്ടിന് കറൻറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 60-70% കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയ ഒരാളാണ്, ആദ്യമായി ക്രിപ്റ്റോയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രോഫിറ്റ് പകുതിയെങ്കിലും ബുക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മീൻസ് നിങ്ങൾ
60% 70% ഗെയിൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം ജൂണിലോ ജൂലൈ വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാലങ്ങളിൽ ബാക്കിയുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോജ് കോയിൻ വാങ്ങിയ നിങ്ങൾക്കൊരു ചില കമൻറ്റുകൾ കണ്ട് 100% പ്രോഫിറ്റാണ്. 100% പ്രോഫിറ്റിൽ നിങ്ങൾ പുതിയതായി വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 30% 40% പ്രോഫിറ്റ് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ വലിയ ഡിപ്പുകൾ കണ്ടിട്ടില്ല. ക്രിപ്റ്റോ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ബിറ്റ് കോയിൻ വരെ $15,000 വരെ കുറഞ്ഞ ഒരു മാർക്കറ്റാണ് ഈ ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ അത്തരം ഒരു പ്രീ ഹാൾവിങ് റീട്രേസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബേജാറാവണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒഫീഷ്യലി എൻ്റെ പേഴ്സണൽ 10x ഒക്കെ ഞാൻ അക്യുമുലേറ്റ് അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് അടുത്ത വർഷം ജൂലൈ, അപ്പോൾ ഒരു മാസം ഇപ്പോഴും പിടിച്ചാൽ തന്നെ ഒരു മെയ് മാസമെങ്കിലും വരെ നമുക്ക് ഹോൾഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളൊരു പുതിയ ആൾക്കാർ, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ വളരെയധികം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ക്രിപ്റ്റോനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവത്തിലൂടെ പേടിയോടെ നോക്കണം. കാരണം പല ആൾക്കാരും പല സെറ്റപ്പ് മൈൻഡിലുള്ള ആൾക്കാരുണ്ട്. ശരിയാണ്, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല സാധ്യതകളുണ്ട്, അതുകൊണ്ടൊരു വലിയ എമൗണ്ട് ഇട്ടാം, എന്തിനാണ് നമുക്ക് ഈ ചെറിയ എമൗണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ബൈ.